Hello, my dears. MUNDA and KONDH songs by Ganesh and Devi. ഗോത്രവർഗക്കാരുടെ രണ്ട് പാട്ടുകളും അവരുടെ രീതികളെക്കുറിച്ചുള്ള ചെറിയ പഠനവുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. എബൌട്ട് ദി ഓഥർ, പോയറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗണേഷ് എൻ ദേവി ഇൻ 1950. അദ്ദേഹം ജനിച്ചത് 1950. Professor Ganesh N. Devi is a scholar, a cultural activist, and a former English professor at Gujarat Maharaja Sayajirao University of Baroda. ജി എൻ ദേവി വളരെ പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനും സാഹിത്യ വിമർശകനും സാംസ്കാരിക പ്രവർത്തകനും ഗുജറാത്തിലെ മഹാരാജ സയാജിറാവോ യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയിലെ ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയാണ്. The Pupils Linguistic Survey of India (PLSI) and the Adivasi Academy in Tejgat, Gujarat were both founded by him. He is a director of Sahitya Akademy's project on literature in tribal languages and oral traditions. ഗുജറാത്തിൽ തേജ്ഗട്ട് എന്ന ഗ്രാമത്തിൽ ആദിവാസി അക്കാദമിയും PLSI പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയും അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഹി ഈസ് ദ വംശജരുടെ ഭാഷകളിലും വാമൊഴി പാരമ്പര്യങ്ങളിലെ സാഹിത്യം എന്ന സാഹിത്യ അക്കാദമിയുടെ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ കൂടിയാണ് ജി എൻ ദേവി. ഹി ഹാസ് വൺ ന്യൂമറസ് ഹോണേഴ്സ് ഇൻക്ലൂഡിംഗ് ദ പ്രിൻസ് ക്ലോസ് അവാർഡ് ഫോർ ഹിസ് വർക്ക് ഓൺ ദി പ്രിസർവേഷൻ ഓഫ് ട്രൈബൽ ക്രാഫ്റ്റ്, the Sark Writers Foundation Award for his work with the denotified tribes, and Sahitya Akademi Award for his book After Amnesia. ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. പ്രിസർവേഷൻ ഓഫ് ട്രൈബൽ ക്രാഫ്റ്റ് എന്ന വർക്കിന് പ്രിൻസ് ക്ലോസ് അവാർഡ്, അതുപോലെ തന്നെ സാർക്ക് റൈറ്റേഴ്സിൽ ഫൗണ്ടേഷൻ അവാർഡ് ഫോർ ഹിസ് വർക്ക് വിത്ത് എ ഡിനോട്ടിഫൈഡ് ട്രൈബ്സ് ആൻഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ബുക്ക് ആഫ്റ്റർ അംനീഷ്യ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അവാർഡുകളിൽ ഉൾപ്പെട്ടതാണ്. ഫോർ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ഹിസ് ഡിനോട്ടിഫൈഡ് ആൻഡ് നോമഡിക് ട്രൈബ്സ്, ഇൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ആൻഡ് അതർ കോസസ് ഹി റിസീവ്ഡ് ദ പത്മശ്രീ അവാർഡ് ഇൻ 2014. 2014 പത്മശ്രീ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. This lesson, consisting of 2 tribal songs, is an interesting study on the life and culture of the tribal peoples, Mundas and KONDH. Mundas and KONDH എന്ന് പറയുന്ന രണ്ട് ട്രൈബൽ വിഭാഗങ്ങളുടെ ഗോത്രവർഗങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയും അതുപോലെ തന്നെ അവരുടെ വാമൊഴി സംഗീതമായിട്ടുള്ള 2 പോയംസുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത്. മുണ്ട ട്രൈബ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. Munda are indigenous people who reside in Jharkhand, West Bengal, Assam, Tripura, Madhya Pradesh and Orissa. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര, മധ്യപ്രദേശ്, ഒറീസ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ട്രൈബ്സാണ് മുണ്ട ട്രൈബ്. They are also referred to as a Horohon or Mura, which means head man of the village. അവർ ഹോറഹോൺ, മുറ എന്ന കൂടെ പേരിലും അവർ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഹെഡ് മാൻ ഓഫ് വില്ലേജ് അഥവാ ഗ്രാമത്തിൻ്റെ തലവൻ എന്നാണ്. ദെയർ നേറ്റീവ് ടങ് മൊണ്ടരി ഈസ് ക്ലാസിഫൈഡ് ആസ് എ പാർട്ട് ഓഫ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഗ്രൂപ്പ്. അവരുടെ നേറ്റീവ് ലാംഗ്വേജ് അഥവാ മാതൃഭാഷ മണ്ടരിയാണ് വരുന്നത്. അത് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. The Mundas coexist nearby with the Orons and the Sandals and have some traits in common. Since they are one of the most researched tribal groups in India, the Reverend John Baptist Hoffman in 1857 to 1928 and other Jesuit academics wrote an encyclopedia about them called Encyclopedia Mundarica. It consists 16 volumes. അവരുടെ നേറ്റീവ് ലാംഗ്വേജ് മണ്ടേരിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഭാഷയ്ക്ക് സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ല. മുണ്ടകൾ ഓറോണുകളുമായിട്ടും സാന്താൽസുകളുമായി അടുത്ത് സഹവസിക്കുന്നവരാണ്. കൂടാതെ ചില പൊതു സ്വഭാവങ്ങളും ഇവർക്കുണ്ട്. സിൻസ് ദേ ആർ വൺ ഓഫ് ദി മോസ്റ്റ് റിസർച്ച്ഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ, അവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യപ്പെട്ട ഗോത്രവർഗ്ഗക്കാരാണ് മുണ്ടാസ്.
അതിനാൽ തന്നെ ജോൺ ബാപ്റ്റിസ്റ്റ് ഹോഫ്മാൻ ഇൻ 1857 to 1928 അത് മറ്റു ജെസ്യൂട്ട് അക്കാദമിക് വിദഗ്ധരും അവരെക്കുറിച്ച് ഒരു എൻസൈക്ലോപ്പീഡിയ തന്നെ എഴുതിയിട്ടുണ്ട്. എൻസൈക്ലോപ്പീഡിയ മുണ്ടാരിക എന്നാണ് അതിൻ്റെ നെയിം. 16 വാല്യങ്ങളായിട്ടാണ് ഈ എൻസൈക്ലോപ്പീഡിയ ഉള്ളത്. The Mundas were probably the first indigenous people to rebel against colonialism, and they did so frequently over agrarian concerns. They organized the well-known millennial movement under Birsa Munda in 1874 to 1901 in their effort to establish Munda Raj and transform their society so that it could meet the challenges of the modern era. കൊളോണിയലിസത്തിനെതിരായി കലാപം നടത്തിയ ആദ്യത്തെ തദ്ദേശീയരായ ജനങ്ങളായിരിക്കും ഈ മുണ്ടാസ് എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാർ. ബിർസ മുണ്ട 1874 നിന്ന് 1901 വരെ കാലയളവിലുണ്ടായിരുന്ന ബിർസ മുണ്ടയുടെ കീഴിൽ മില്ലേനിയൽ മൂവ്മെൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആധുനിക യുഗത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിൽ മുണ്ട രാജ് സ്ഥാപിക്കുന്നതിനായിട്ടാണ് ഈ ഒരു മില്ലേനിയം മൂവ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. Their leaders used both Hindu and Christian idioms to create a Munda ideology and worldview. The British, however, put an end to the uprisings. അവരുടെ ലീഡേഴ്സ് മുണ്ട ഐഡിയോളജിയും അതുപോലെ തന്നെ ലോകവീക്ഷണവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ക്രിസ്ത്യൻ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ അവരുടെ മേലുണ്ടായിരുന്ന കലാപങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പോയത്തിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. In his essay, Tribal Verse, author Ganesh and Devi emphasizes the value of preserving the oral literature of the tribes. He argues for a new approach that makes room for oral literature, claiming those literatures are the source of India's literary tradition. അപ്പോൾ നമ്മുടെ പോയറ്റ് GN ദേവി അദ്ദേഹത്തിൻ്റെ ട്രൈബൽ വേഴ്സ് അഥവാ ഗോത്രവാക്യം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ ഗോത്രവർഗ്ഗക്കാരുടെ വാമൊഴി സാഹിത്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. വാമൊഴി സാഹിത്യത്തിന് ഇടം നൽകുന്ന ഒരു പുതിയ സമീപത്തിനായി അദ്ദേഹം ആർഗ്യു ചെയ്യുന്നുണ്ട്. അത്തരം സാഹിത്യങ്ങളാണ് ഈ ഒരു ട്രൈബൽസിൻ്റെ ഗോത്രവർഗ്ഗക്കാരുടെ സാഹിത്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ഉറവിടമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 3 songs, a Munda song, a KONDH song, and a chanting in a Adi tribe's ritualistic religious language are included in the essay. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ 3 സോങ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു മുണ്ട സോങ്ങും ഒരു KONDH സോങ്, പിന്നെ ഒരു ആദി ട്രൈബ്സിൻ്റെ ആചാരപരമായ മതഭാഷയിലുള്ള ഒരു കീർത്തനവുമാണ് ഈ ലേഖനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. These songs introduce readers to the rich oral literacy heritage of the tribes and their close relationship with nature. അപ്പോൾ ഈ ഒരു സാഹിത്യത്തിൽ ട്രൈബ്സിൻ്റെ സമ്പന്നപരമായിട്ടുള്ള വാമൊഴി സാഹിത്യ പൈതൃകവും അതുപോലെ തന്നെ അവരുടെ പ്രകൃതിയുമായിട്ടുള്ള അവരുടെ അടുത്ത ബന്ധവുമാണ് ഈ സോങ്സിൽ റീഡേഴ്സിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. They were originally written in the native tongue of the tribal people. അപ്പോൾ ബേസിക്കലി ഒറിജിനലായിട്ട് ഈ ഒരു വേഴ്സസ് അഥവാ ഈ ഒരു സോങ്സ് ഒക്കെ റിട്ടേൺ ചെയ്തിട്ടുള്ളത് അവരുടെ നേറ്റീവ് ടങ് ആയിട്ടുള്ള മാതൃഭാഷയിൽ തന്നെയാണ്. When a son or a daughter is born into a Munda's family, a song is usually sung that is Munda song. The song makes clear Munda's preference for a girl child by linking the birth of daughter to a cowshed full of cows, while the birth of boy is linked to a empty of the cowshed. അപ്പോൾ നമ്മളിവിടെ ഒരു മുണ്ട സോങ് പറയുന്നുണ്ട്. അവരുടെ ഒറിജിനലായിട്ടുള്ള മാതൃഭാഷയിൽ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ പറയുന്ന മുണ്ട സോങ്ങിൽ ഒരു കുടുംബത്തിൽ, ഒരു മുണ്ട കുടുംബത്തിൽ, ട്രൈബൽ കുടുംബത്തിൽ ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ ജനിക്കുമ്പോൾ സാധാരണയായിട്ട് പാടാറുള്ള ഒരു പാട്ടാണ്. മകളുടെ ജനനത്തെ ഇവിടെ പശുക്കൾ നിറഞ്ഞ ഒരു പശുത്തൊഴുത്തിനോടും അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശൂന്യമാകുന്ന ഒരു കൗഷഡിനോടുമാണ് ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുണ്ട ഫാമിലിയിൽ അല്ലെങ്കിൽ മുണ്ട ട്രൈബ്സിൽ
പെൺകുട്ടി ജനിക്കുന്നതിനോടുള്ള ഇഷ്ടം കൂടുതലായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. പെൺകുഞ്ഞ് ഓരോ കുടുംബത്തിൻ്റെയും ഭാഗ്യമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ലക്കി ആയിട്ടാണ് എന്താണ് ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവർ അത്രയും ഭാഗ്യം ചെയ്തു എന്നുള്ള ഒരു ഫാമിലിക്ക് ഏറ്റവും ഭാഗ്യമാണ്, അവരുടെ വിജയത്തിൻ്റെ തുടക്കമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് ഈ ഒരു പോയം പറയുന്നത്. അപ്പോൾ അവർ ഒരു പെൺകുഞ്ഞിനുമായിട്ടുള്ള ഒരു എത്രത്തോളം കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. നമുക്ക് പോയം ഡിസ്കസ് ചെയ്യാം. സോങ്സ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പോൾ നമ്മളിവിടെ 2 സോങ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മുണ്ട സോങ്ങും അതുപോലെ തന്നെ ഒന്ന് കൊന്ത് സോങ്ങും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബർത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എ സിമ്പിൾ വേഴ്സ് ആണ്. എ മുണ്ട സോങ്. മൈ മദർ ദ സൺ റോസ്. അമ്മേ എന്താണ് സൂര്യൻ ഉദിച്ചു. എ സൺ വാസ് ബോൺ എന്താണ് മകൻ ജനിച്ചിരിക്കുന്നു. മൈ മദർ ദ മൂൺ റോസ് എന്താണ് ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. എ ഡോട്ടർ വാസ് ബോൺ ഒരു പെൺകുഞ്ഞാണ് പിറന്നിട്ടുള്ളത്. എ സൺ വാസ് ബോൺ ദ കൗഷഡ് വാസ് ഡിപ്ലീറ്റഡ്. എ സൺ വാസ് ബോൺ ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ദ കൗഷഡ് വാസ് ഡിപ്ലീറ്റഡ് അല്ലേ, എന്താണ് പശുത്തൊഴുത്ത് കാലിയാവും, നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. എ ഡോട്ടർ വാസ് ബോൺ ഒരു മകൾക്ക് ജന്മം നൽകിയാൽ ദ കൗഷഡ് ഫില്ലഡ് അപ്പ് എന്താണ് ആ പശുത്തൊഴുത്ത് എന്താണ് ഫില്ലാവും, മുഴുവൻ പശുക്കുട്ടികൾ കൊണ്ട് നിറയുമെന്നാണ് പറയുന്നത്. ഇതാണ് മുണ്ട സോങ്ങിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള കൊന്ത് സോങ്ങിൽ നമുക്ക് കൊന്ത് ട്രൈബിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടാം. ദ ദ്രാവിഡിയൻ വേർഡ് കൊണ്ട is means hill is the most likely the root of the term Kondh. The Kondhas are an Adivasi native tribal group that resides in the states of Andhra Pradesh, Chhattisgarh, Madhya Pradesh, Maharashtra and Odisha. അപ്പോൾ ദ്രാവിഡ പദമായിട്ടുള്ള കുന്ന് ഹില്ല് എന്ന അർത്ഥം വരുന്ന കൊണ്ട എന്ന പദത്തിൽ നിന്നായിരിക്കും കൊന്ത് ബേസിക്കലി വന്നിട്ടുണ്ടാവുക. ഒരു റീസൺ ആയിട്ട് അതാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സ്റ്റേറ്റുകളിലായിട്ടാണ് കൊന്ത് ആദിവാസി ഗോത്രവർഗക്കാർ താമസിച്ചു വരുന്നത്. Despite the fact that the majority of them are bilingual, they speak Kondh. അവരിൽ അധികമായിട്ടുള്ള ആൾക്കാരും എന്താണ് ബൈലിംഗ്വലാണ്, ദ്വിഭാഷകളാണ് സംസാരിക്കുന്നതെങ്കിലും ദേ സ്പീക്ക് കൊന്ത്. ശരിക്കും അവർ സംസാരിക്കുന്ന അവരുടെ മദർ ടങ് എന്ന് പറയുന്നത് കൊന്താണ്. ആൻഡ് their religion is a hybrid of Hinduism and the Adivasi traditional religion. അവരുടെ മതം ഹിന്ദു മതത്തിൻ്റെയും ആദിവാസി പരമ്പരാഗത മതത്തിൻ്റെയും ഒരു സങ്കരമാണ്, ഒരു മിക്സ്ഡ് ആണ്. ദേ ഡു നോട്ട് യൂസ് എ ഡൗറി സിസ്റ്റം. അവരെന്താണ് ഒരു സ്ത്രീധന സമ്പ്രദായം ഒന്നും ഉപയോഗിക്കുന്നില്ല. ബട്ട് ദേ ഡു എസ്റ്റാബ്ലിഷ് എ ബ്രൈഡ് പ്രൈസ് ദാറ്റ് ദ ഗ്രൂം മസ്റ്റ് പേ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ടു ദ ബ്രൈഡ്. എന്താണ് അവർ പക്ഷെ വരൻ എന്ത് ചെയ്യണം, വധുവിന് പണമായോ വസ്തുക്കളായിട്ടോ നൽകേണ്ട ഒരു ചിട്ട അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ ഒരു വധുവില, ഒരു ബ്രൈഡ് പ്രൈസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവരുടെ എന്താണ് ബ്രൈഡിൻ്റെ മേൽ വരൻ്റെ മേലിൽ ഗ്രൂമിൻ്റെ മേലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവർ സ്ഥാപിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ കൊന്താസ് പ്രാക്ടീസ് rituals associated with birth, puberty, marriage and death and have a unique folk dances and songs for each occasion. അപ്പോൾ ഈ ഒരു നമ്മൾ സോങ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ. നമ്മൾ മുണ്ട സോങ് ഡിസ്കസ് ചെയ്തത് ഒരു ബർത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ശരിക്കും കൊന്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനനം, പ്രായപൂർത്തിയാകൽ, വിവാഹം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു ട്രൈബ്സാണ്. കൂടാതെ ഈ ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്തും അവർക്ക് അതിനോട് യോജിച്ച് നാടോടി നൃത്തങ്ങൾ, പാട്ടുകൾ എല്ലാം അവർക്കുണ്ട്. ദ കൊന്ത്സ് ബിലീവ് ആൻഡ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്സ് ആൻഡ് സ്പിരിറ്റ്സ്. അവരെന്താണ് ദൈവങ്ങളുടെയും ആത്മാക്കളുടെയും എക്സിസ്റ്റൻസിൽ അതിയായിട്ട് വിശ്വസിക്കുന്ന ഗോത്രവർഗക്കാരാണ് കൊന്തുകൾ. ആൻഡ് they hold the opinion that the deceased person's soul will be hesitant to leave earth even after death if it is so close to his home. ഇപ്പോൾ ഒരു മരിച്ച ഒരാളുടെ ആത്മാവ് അവൻ്റെ വീടിനോട് ഭയങ്കര അടുത്താണെങ്കിൽ, വളരെ അടുത്താണ് അവരെങ്കിലും മരണശേഷവും അവർക്ക് ആ ഭൂമി വിട്ടു പോകാൻ മടിക്കുമെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്.
When a person had been dead for 8 to 10 days, cons perform some rituals to appease the spirit. അപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ട് 8 മുതലോ 10 ദിവസം വരെയൊക്കെ ആകുമ്പോൾ ഈ കൊന്തകൾ എന്ത് ചെയ്യുന്നുണ്ടോ, അവരെ ആത്മാവിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ചില ആചാരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ മരിച്ചുപോയ ആത്മാവിനോട് അഭ്യർത്ഥന ചെയ്യുന്ന പോലെ ദ സോങ് റിക്വസ്റ്റ് ദ ഡിസീസ്ഡ് സ്പിരിറ്റ് ടു റിഫ്രൈൻ ഫ്രം ദി ബോദറിങ് ദി ലിവിങ് മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി വിത്ത് ഇറ്റ്സ് വിസിറ്റ്. അപ്പോൾ മരിച്ചു പോയിട്ടുള്ള ആത്മാവിനോട് അഭ്യർത്ഥന നടത്തുന്ന ഒരു ഗാനം, ആ ഒരു സോങ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ ആത്മാവിൻ്റെ സന്ദർശനങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തരുത്, അത് അവരോട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പോയമാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് സോങ്ങിൽ നോക്കാം. എന്താണ് എ കോൺ സോങ്. ദിസ് വി ഓഫർ ടു യു വി ക്യാൻ because we are still alive. If not, how could we offer at all? And what? We give a small baby fowl, take this and go away. Whichever way you came, go back, return. Don't inflict pain on us after your departure. അപ്പോൾ എന്താണ് പറയുന്നത്? This we offer to you, അല്ലേ? ഇത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. വി ക്യാൻ, ഞങ്ങൾക്ക് കഴിയും. ബിക്കോസ് വി ആർ സ്റ്റിൽ എലൈവ്, എന്താണ്, ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. ഇഫ് നോട്ട്, ഇനി അല്ല എങ്കിൽ ഹൗ കുഡ് യു ഓഫർ അറ്റ് ഓൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യേണ്ടത്. ആൻഡ് വാട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യേണ്ടത്. വി ഗീവ് എ സ്മോൾ ബേബി ഫോൾ, ടേക്ക് ദിസ് ആൻഡ് ഗോ എവേ. ഞങ്ങൾ നിങ്ങൾക്കൊരു ചെറിയ, ഇപ്പോൾ ഒരു ബേബി ഫൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ മുട്ടയിട്ട് വളർത്തുന്ന പക്ഷികൾ, ഇപ്പോൾ ചെറിയ കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ താറാവ് അങ്ങനെ എന്തെങ്കിലും ഒരു പക്ഷി കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാം, ഞങ്ങളൊരു ചെറിയൊരു കോഴിക്കുഞ്ഞിനെ നിങ്ങൾക്ക് തരാം. ടേക്ക് ദിസ്, ഇതെടുത്തിട്ട് എന്താണ്, ആൻഡ് ഗോ അവേ, നിങ്ങൾ പോകൂ. വിച്ച് എവർ വേ യു കെയിം, നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകൂ എന്ന് പറയാണ്. ഗോ ബാക്ക്, റിട്ടേൺ, അല്ലേ, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ഡോണ്ട് ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ അസ് ആഫ്റ്റർ യുവർ ഡിപ്പാർച്ചർ, എന്താണ്, നിങ്ങളുടെ വിയോഗത്തിന് ശേഷവും നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് പറയാണ്. നിങ്ങളെന്താണ്, ഞങ്ങൾ നിങ്ങൾക്കൊരു കോഴിക്കുഞ്ഞിനെ തരാം, അതെടുത്ത് നിങ്ങൾ എവിടെ നിന്ന് വന്നു അങ്ങോട്ട് തന്നെ മടങ്ങി പോകൂ, റിട്ടേൺ ചെയ്ത് പോകൂ എന്ന് എന്താണ് റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്, എന്താണ്, നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ മടങ്ങി പോകൂ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഈ പോയം പറയുന്നത്. അപ്പോൾ മുണ്ടാസ് ആൻഡ് കോൺ സോങ്സ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.